ഹായ് ഫ്രണ്ട്സ്, 2022 ഒക്ടോബർ 22 നടന്ന ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ്: ബോസ്റ്റൺ ടീ പാർട്ടി, പ്രൈഡ്സ് പർച്ച്, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ്, മെയ് 4th മൂവ്മെൻറ്റ്. അതിൽ ABCD എന്ന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1ഉം 3ഉമാണ് അതിൽ കറക്റ്റ്. 1ഉം 3ഉം, അതായത് ബോസ്റ്റൺ ടീ പാർട്ടിയും ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസുമാണ് അതിൽ കറക്റ്റായിട്ട് വരുന്നത്. ഇത് രണ്ടും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളാണ്. ഇപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നമുക്കെല്ലാം അറിയാം അല്ലേ? എന്നാലും ജസ്റ്റ് ഞാൻ പറയാം, എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി? ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്ന രാജ്യമാണ് അമേരിക്ക എന്ന് നമുക്കറിയാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇത് പറയുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് 1773 ഡിസംബർ 16. ഇനി എക്സാം എഴുതുന്നവർ അതൊക്കെ നോട്ട് ചെയ്യുക. ചിലപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. 1773 ഡിസംബർ 16. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച് ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവം അറിയപ്പെടുന്നത് ബോസ്റ്റൺ ടീ പാർട്ടി. നമുക്കറിയാവുന്നതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുന്നവരെല്ലാവരും ബോസ്റ്റൺ ടീ പാർട്ടി പഠിക്കും. നെക്സ്റ്റ് നമ്മൾ ചിലരൊക്കെ കേട്ടിട്ടില്ലായിരിക്കും, പഠിച്ചവർക്ക് അറിയായിരിക്കും. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് എന്താണതെന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷിലാണ് കിട്ടിയത്. ഇൻ റെസ്പോൺസ് ടു ദ സ്റ്റാമ്പ് ആൻഡ് ടീ ആക്ട്സ്, ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് വാസ് എ ഡോക്യുമെൻറ്റ് റിട്ടൺ ബൈ ദ സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസ് ആൻഡ് പാസ്ഡ് ഓൺ ഒക്ടോബർ 14, 1765. അപ്പം അത് പാസ്സാക്കിയത് എന്നാണെന്ന് ഓർത്ത് വയ്ക്കുക. ഡേറ്റ് ഓർമ്മിക്കുക. ഒക്ടോബർ 14 ആണ്. ഒക്ടോബർ മാസമാണല്ലോ. ഒക്ടോബർ 14 അങ്ങനെയെങ്കിലും ഓർത്ത് വയ്ക്കുക. ഒക്ടോബർ മാസത്തിൽ നടന്ന എക്സാമിനാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് വെച്ച് ഒക്ടോബർ 14 എന്ന് ഓർത്ത് വയ്ക്കാം. ഒക്ടോബർ 14, 1765. ഒക്ടോബർ 14, 1765. American colonists opposed the act because they were passed without the consideration of the colonist opinion. അവർ എന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു അതിന്. അവിടെ നിന്നാണ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഇത് വരുന്നത്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇൻ റെസ്പോൺസ് ടു ദ സ്റ്റാമ്പ് ആൻഡ് ടീ ആക്ട്സ്, ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് വാസ് എ ഡോക്യുമെൻറ്റ് റിട്ടൺ ബൈ ദ സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസ് ആൻഡ് പാസ്ഡ് ഓൺ ഒക്ടോബർ 14, 1765. American colonists opposed the act because they were passed without the consideration of the colonist opinion. No taxation without representation. അപ്പോൾ അത് രണ്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമൊക്കെ അല്ലാതെ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ. ഓക്കെ, താങ്ക് യു.